ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അതേപോലെ അമേരിക്ക ടോട്ടലി ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ആയത്തുള്ള ഖമനേയി, അതായത് നമ്മളുടെ മീഡിയാസ്, മെയിൻ സ്ട്രീം മീഡിയയിൽ കംപ്ലീറ്റ് ആയത്തുള്ള ഖമനേയി ട്രംപിനെ അത് ചെയ്തു, അമേരിക്കയെ ശക്തമായി എതിർത്തു, ആ രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കമ്പനിയിലൊക്കെ ഇട്ടുകൊണ്ടാണ് വീഡിയോസൊക്കെ വരുന്നത്. ആ രീതിയിലുള്ള ഹൈപ്പ് കൊടുക്കാനുള്ള ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്പർ 1. ആകെ കൂടി ആയത്തുള്ള ഖമനേയി അമേരിക്കയ്ക്ക് ചേട്ടത്ത് കിട്ടിയ അടിയായി പോയി ഇറാനുമായിട്ട് നടത്തിയ യുദ്ധം എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയത്തുള്ള ഖമനേയി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം തന്നെ റെക്കോർഡഡ് വീഡിയോകളാണ് പുറത്തിറക്കുന്നത്. ആദ്യം ഒരു റെക്കോർഡഡ് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും ഇറക്കിയിട്ടില്ല. പിന്നെ ആകെ കൂടി പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ്. ഇത് ആയത്തുള്ള ഖമനേയി തന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് ആയത്തുള്ള ഖമനേയി തന്നെയാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അനുയായികളായിട്ടുള്ള വേറെ ആരെങ്കിലും വെച്ച് പറയിപ്പിച്ചതാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ആയത്തുള്ള ഖമനേയി എല്ലാ ഈ ട്വീറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ആയത്തുള്ള ഖമനേയിക്ക് ആ ട്വീറ്റ് ഇടാനുള്ള ആ നോളജ് ഒന്നും ഇല്ല, അതാദ്യം മനസ്സിലാക്കുക. ആ ഷിയ ക്ലെറിക്സ്, ആ ഒരു നോളജാണ് ആയത്തുള്ള ഖമനേയിക്കുള്ളത്. അതിലുപരിയായിട്ട് വലിയ ലോക വിവരമൊന്നും ഇല്ല. പിന്നെ രാജ്യം ഭരിക്കുന്നു, ശരിയാണ്, മതം വെച്ചിട്ട് രാജ്യം ഭരിക്കുന്നു. അതിലുപരിയായിട്ട് വേറെ എക്സ്ട്രോർഡിനറി ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഈ ആയത്തുള്ള ഖമനേയിയുടെ ഫ്രാൻസിൽ പോയുള്ള 14 വർഷത്തെ ജീവിതമൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ, എന്തായിരുന്നു ഫ്രാൻസിൽ, എങ്ങനെയാണ് ഈ ഒരു ഇറാനിലേക്ക് തിരിച്ചു വന്നത്, 1979 നടത്തിയ റവല്യൂഷൻ എന്തായിരുന്നു, അന്നത്തെ ഭരണകൂടം ഇറാനിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അന്നത്തെ ഭരണകൂടം ഇറാനിൽ ശരിക്കും പറഞ്ഞാൽ ഈ മതവും വേണം, അതേപോലെ തന്നെ കുറച്ച് മോഡലിസവും വേണം. അതായത് മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേപോലത്തെ മൾട്ടി കൾച്ചറലിസം വേണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു ഭരണകൂടമായിരുന്നു ഈ ഷാ ഭരണകൂടം. അപ്പോൾ അതിനെ അന്നത്തെ ഒരു സമയത്ത് 1979 ആ ഒരു കാലഘട്ടത്ത് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു മത നിലപാടും ഇന്നത്തെ ആ ഒരു മതങ്ങളുടെ ആ ഒരു ലിബറൽ നിലപാടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും 1979 അന്നത്തെ ആ ഒരു സമൂഹത്തിനെ എന്തോ ഭരണകൂടം, എന്തോ ഈ ഒരു ഷാ ഭരണകൂടം ഇറാനെ വഴിതെറ്റിപ്പിക്കുന്നു എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മതത്തിന്റെ മാത്രം ഒരു രീതിയിൽ കോൺസ്പിറസി ഉണ്ടാക്കിക്കൊണ്ട് ഷാ ഭരണകൂടത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ആയത്തുള്ള ഖമനേയി വരുന്നത്. ഈ ഖമനേയിമാർ വന്ന് ആയത്തുള്ള റൂഹുള്ള ഖമേനിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നെ റൂഹുള്ള ഖമനേയിയുടെ കാലത്തിന് ശേഷമാണ് ഈ ഖമനേയി ഇപ്പോൾ ഉള്ള ഈ ഖമനേയി ഭരിക്കാൻ കയറുന്നത്. പക്ഷെ എന്തായാലും 1979 ഇവരൊക്കെ വിറ്റ്നസ്ഡ് ആണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ആയത്തുള്ള ഖമനേയി ഇപ്പം അന്ന് ഫ്രാൻസിൽ നിന്നും പ്രൗഢിയോടുകൂടി ഭരണം അട്ടിമറിച്ച് ഇറാൻ ഭരിക്കാൻ വന്ന ഖമനേയി ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അതാണ് അവസ്ഥ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് അമേരിക്ക അതേപോലെ ഇസ്രായേൽ ഇറാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള നെഗോസിയേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പ്രത്യേകം ആരും തന്നെ ശ്രദ്ധിച്ചില്ല. സിറിയയിൽ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഒരു ഓർത്തഡോക്സ് ചർച്ചാണ്. ഇത് നടന്നിട്ട് ഒരാഴ്ചയായി. പക്ഷേ ഇത് വെസ്റ്റേൺ മീഡിയാസ് ഒന്നും അത്ര ഫോക്കസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തില്ല. ഇത് സിറിയയ്ക്കുള്ളിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ വെസ്റ്റേൺ മീഡിയാസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും സിറിയയുമായിട്ട് പല രീതിയിലുള്ള സാങ്ഷനുകളൊക്കെ മാറ്റിക്കൊണ്ട് അവരുമായിട്ട് നല്ലൊരു ബന്ധം, അവിടെയുള്ളത് തീവ്രവാദിയാണെന്ന് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വേണ്ട രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം ഈ മീഡിയ പ്രൊപ്പഗൻഡയാണ്. 2-3 മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ വലിയ രീതിയിൽ ഇത് വാർത്തയായില്ല. കാരണം ഇത് സിറിയയ്ക്കുള്ളിൽ സംഭവിച്ചതുകൊണ്ടും അമേരിക്കയുടെ താല്പര്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസിൻ്റെ താല്പര്യങ്ങൾ, ഇങ്ങനെയൊക്കെ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഡിവൈല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. സെയിൻറ്റ് ഏലിയാസ് ചർച്ചാണ് ഇത്, ഗ്രീക്ക് ഓർത്തഡോക്സ് സെയിൻറ്റ് ഏലിയാസ് ചർച്ച്. ആ ചർച്ചിലാണ് ഈ ഒരു സൂസൈഡ് ബോംബ് അറ്റാക്കാണ് അവിടെ നടന്നത്. ഡമസ്കസിലാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. 23 പേർ കൊല്ലപ്പെട്ടു, 62 പേർക്ക് ഗുരുതരമായ പരിക്ക്. അതിൽ 12 പേർ ഇപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇതാണ് നിലവിലെ അവിടുത്തെ അവസ്ഥ. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഇതിനെക്കുറിച്ച് അധികൃതർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഡയസിസുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ, കണ്ടംപ്റ്റ് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. പക്ഷേ സിറിയയ്ക്കുള്ളിൽ അൺസ്പീക്കബിൾ ഫിയർ, അതാണ് ഇപ്പം നിലനിൽക്കുന്നത്. കാര്യം ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സെയിൻറ്റ് ഏലിയാസ് ചർച്ചിൽ വരുന്ന ആൾക്കാരൊന്നും, ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരൊന്നും അവിടെയുള്ള ഒരു പ്രശ്നത്തിലും ഇടപെടുന്ന ആൾക്കാരല്ല. സിറിയയുടെ സർക്കാരിനെ തീരുമാനിക്കുന്ന ആൾക്കാരല്ല. ആസാദ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല. ഇപ്പം നിലവിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജിലാനി, നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഹമ്മദ് അൽ ഷാറായുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല. ഈ തീവ്രവാദ ഗ്രൂപ്പിലൊന്നും പെടുന്ന ആൾക്കാരല്ല. പക്ഷേ എന്നാലും അവർ ഈ ഒരു മൈനോറിറ്റി അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവർ എലിമിനേറ്റ് ചെയ്യാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയാണ് ജിഹാദ് എന്ന് വിളിക്കപ്പെടുന്ന സംഗതികൾ. ഇതെവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം എവന്റെ തലച്ചോറിലാണ് ഈ സാധനം ഉള്ളത്, ആരാണ് ഈ സ്വന്തമായിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐഡിയോളജി, ഈ ഒരു ബ്രദറുടെ ഐഡിയോളജി ഇല്ലേ, ഈ ഐഡിയോളജി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഐഡിയോളജി കൊണ്ടു നടക്കുന്നിടത്തോളം കാലം ഈ രീതിയിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സിറിയ ഈ തീവ്രവാദിയുടെ കയ്യിൽ വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഈ ഐഡിയോളജി വെച്ച് ആര് കസേരയിൽ കയറി ഇരുന്നാലും ഇത് തന്നെ സംഭവിക്കും. ഇത് ശരിക്കും ഈ വെസ്റ്റേൺ മീഡിയാസ് ഇതിനെ വലിയ തോതിൽ
പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ സിറിയയുമായിട്ട് പുതുതായിട്ട് ബിൽഡപ്പായി വരുന്ന മിഡിൽ ഈസ്റ്റിലെ ഒരു പുതിയ ജിയോ പൊളിറ്റിക്സ്, അതാണ് ഇതിന്റെ പ്രശ്നം, ഇതിന്റെ തടസ്സം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന്റെ ഫൂട്ടേജസും വീഡിയോസൊക്കെ ഞാൻ സൈഡിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ആ രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട അറബ് ക്രിസ്ത്യൻസ് ഇതിനെക്കുറിച്ചുള്ള ടെസ്റ്റിമോണിയൊക്കെ അവിടെ പറയുന്നുണ്ട്. ماني متاكد واحد قوص ما خلى بلور وما خلى شيء بالاخير فجر وفي قتلى كثير وفي جرحى كثير والعالم كلها كانت عم تصلي ما عم تعمل شيء كله كان عم يصلي. അതിന് ആ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് നിലവിൽ അവിടുത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും മറ്റുള്ള വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രംപ് രണ്ട് സാധാരണക്കാർ വഴിയോരത്ത് നിന്ന് വഴക്ക് കൂടിയാൽ എങ്ങനെയിരിക്കും, ആ രീതിയിലാണ് ഇപ്പം ട്രംപും ആയത്തുൽ ഖമനിയും തമ്മിലുള്ള വഴക്ക് മുന്നോട്ട് പോകുന്നത്. പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്ര പ്രായമായില്ലേ, എന്തിനാണ് ഞങ്ങൾ പ്രിസൈസ് ആയിട്ട് നടത്തിയ അറ്റാക്കിനെ നിങ്ങൾ ഡിനൈ ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി സംസാരിക്കും. നിങ്ങൾ പുറത്ത് വന്നിട്ട് വേണ്ടേ ഇത് കാണാൻ? നിങ്ങളുടെ ജനങ്ങളുടെ ഇറാന്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും ഉപദേശിച്ചു കഴിഞ്ഞു, പല സാങ്ഷൻസും എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് അമേരിക്കൻ വിരോധം, ഇസ്രായേലി വിരോധം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും പ്രായമായി രാജ്യം ഭരിക്കുന്ന ആളായിട്ട് പോലും നിങ്ങൾക്ക് ആ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആയത്തുൽ ഖമനിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞാലും ഇതൊക്കെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ട്രംപ് പറഞ്ഞ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഈ സീസ് ഫയറിന് ശേഷം, അതൊന്നും തന്നെ ആയത്തുൽ ഖമനിയെ പിക്ക് ചെയ്യുന്നില്ല. അതിലുപരിയായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതായത് നിങ്ങളുടെ ഒളിത്താവളം ഞങ്ങൾക്ക് അറിയാമായിരുന്നു, അതായത് അമേരിക്കൻ ഇന്റലിജൻസിന്, ഞങ്ങളാണ് ഇസ്രായേലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആയത്തുൽ ഖമനിയെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് നിർത്തിവെച്ചത്. അതായത് നിങ്ങളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതിന് ഞാനാണ് കാരണം എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ആയത്തുൽ ഖമനി ജീവനോട് ഇരിക്കുന്നതിന് ട്രംപാണ് കാരണമെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അതിലുപരിയായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഒരു ചെറിയ കമാൻഡ് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ വളരെ അഗ്ലിയായ ഒരു മരണം നിങ്ങൾക്ക് സംഭവിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ട്രംപ്. ഇതൊക്കെ വളരെ അപമാനകരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പിന്നൊരു കാര്യമുണ്ട്, ഈ ഇറാന്റെ ഉള്ളിൽ ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും, അതായത് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിലേക്കും അവസാനം ഇവർ മസ്റ്റായിട്ടും അവിടെ നിന്ന് ഒരു സ്ലോഗൻ ചൊല്ലുന്നുണ്ട്. ആ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ. അമേരിക്ക എന്നാണ് പറയുന്നത്. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്, ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് തന്നെ അവരെ ആക്രമിക്കാൻ കഴിയുന്നതാണ്. പല രീതിയിലുള്ള ഓപ്ഷൻ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടും ഇതുവരെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കാതെ വളരെ റൂഡായിട്ടുള്ള പെരുമാറ്റമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ട്രംപ് വാക്കുകൾ കടുപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും ബോംബ് ചെയ്യാൻ ഒരു മടിയും ഞാൻ കാണിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ അതിനോട് ചേർന്ന് ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാനുമായിട്ടുള്ള സീസ് ഫയറിന് ഞങ്ങൾ മാനിക്കുന്നില്ല, ഞങ്ങളും ഇറാനും തമ്മിൽ ഒരു സീസ് ഫയറും ഇല്ല എന്ന് തന്നെ ഇസ്രായേൽ ഗഡ്സ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഡിഫൻസ് ഫോഴ്സിനെ ഏത് നേരത്തും റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. IDF ഫോഴ്സിനെ പറഞ്ഞിരിക്കുന്നത് ഏത് നേരത്തും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ വരും. അതായത് ഇറാന്റെ ഉള്ളിൽ ഒരു രീതിയിൽ ഇറാന്റെ മേളിലെ എയർ ഫ്രീഡം ഇസ്രായേലിന് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഇറാൻ ആ ഒരു സംഘർഷം വീണ്ടും ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ സ്പാർക്കായി വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഉപരിയായിട്ട് പറയാനുള്ള കാര്യം, അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ് ഏറ്റവും കൂടുതൽ ഇറാനുമായിട്ട് പ്രശ്നങ്ങൾ എന്ന് തോന്നിയാലും ഇതിൽ മറഞ്ഞിരിക്കുന്ന വേറൊരു സൈഡ് ഉണ്ട്. അതാണ് അറബ് കൺട്രീസ്. മെജോറിറ്റി ആയിട്ടുള്ള അറബ് കൺട്രീസിനൊന്നും ഈ യുദ്ധം നിർത്തിയതിൽ യാതൊരു താല്പര്യമില്ല, ഒരു ഹാപ്പിനെസ്സും ഇല്ല. അതായത് ഏറ്റവും കൂടുതൽ അറബ് കൺട്രീസിന്റെ സൈഡിൽ നിന്നും അമേരിക്കയിലേക്ക് പ്രഷർ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ നല്ല രീതിയിൽ പ്രഷർ ചെയ്യുന്നുണ്ട്. ഈ ഷിയ ക്ലെറിക് ഭരണകൂടത്തിനെ ഇറാനിൽ നിന്നും അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ നല്ല രീതിയിൽ അമേരിക്കയ്ക്ക് പോകുന്നുണ്ട്. വൈകാതെ തന്നെ ഒരു യുദ്ധം എന്നുള്ളതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് റെജീം ചേഞ്ചിലോട്ടാണ് പോകുന്നത്. ഇപ്പം ഗ്ലോബൽ ടോക്ക് പല രീതിയിലും ഈ റെജീം ചേഞ്ചിനെ കുറിച്ച് തന്നെയാണ് ചുറ്റിപ്പറ്റി നടക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു മതഭരണകൂടത്തിനെ അട്ടിമറിച്ചുകൂടാ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വളരെ വ്യക്തമാണ്, അറബ് മേഖലയിലും അറബ് കൺട്രീസിന്റെ ഉള്ളിലൊക്കെ ഇത് ചർച്ചയാവുന്നുണ്ട്. ഇത് പലരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ പല അറബ് മീഡിയാസിന്റെ നെറേറ്റീവ്സ് നോക്കുമ്പോഴത്തേക്കും റെജീം ചേഞ്ചിന്റെ പോയിന്റിൽ നിന്നും ട്രംപ് പിന്നോട്ട് പോയതിൽ അറബ് കൺട്രീസ്, അതായത് അമേരിക്കൻ ചേരിയിൽ നിൽക്കുന്ന അറബ് കൺട്രീസിന് അതിൽ വിയോജിപ്പുണ്ട്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി വരുന്ന 1-2 ആഴ്ചകൾ കൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഒരു നിർണായക തീരുമാനം, ഹമാസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഹമാസിന്റെ നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ജയിലിൽ അടച്ചുകൊണ്ട്, അതായത് ഹമാസിന്റെ ഉന്നത തലത്തിലുള്ള ഇപ്പൊ പ്രവർത്തിക്കുന്ന നേതാക്കളെ, ഗാസയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ, അവിടെയുള്ള ചെറിയ ചില്ലറ ലീഡേഴ്സ് ഉണ്ടല്ലോ, അവരെയൊക്കെ പിടിച്ച് ജയിലിലിടാനും ബാക്കി കൈ കിട്ടുന്നവരെ വധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് നടക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ ഈ അറബ് കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് ഈജിപ്റ്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ലോക്കൽ കമ്മിറ്റിയെ വെച്ചിട്ട് ഗാസയ്ക്കുള്ളിൽ വേണമെങ്കിൽ ഖത്തറിന്റെ താല്പര്യപ്രകാരം റീബിൽഡ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷേ ഫുൾ സെക്യൂരിറ്റി കൺട്രോൾ ഇസ്രായേലിന്റെ കയ്യിലായിരിക്കും. അതാണ് നിലവിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ. ഇത് കൺഫേംഡ് ആയിട്ടുള്ള തീരുമാനമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നെസറ്റിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ തീരുമാനത്തിൽ ഗാസയെ ഒതുക്കി നിർത്തിയിട്ട് വീണ്ടും ഇസ്രായേൽ ഇറാന്റെ സൈഡിലേക്ക് പ്രത്യേകിച്ച് റെജീം ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ട് ഈ ഷിയ ഭരണകൂടം അഥവാ ഈ ഷിയ ക്ലെറിക്കൽ ഭരണകൂടം അവിടെ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും ഇസ്രായേൽ നടത്തും. അത് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ രീതിയിൽ, കാരണം അതിന് അബ്രഹാം അക്കോർഡ് ത്രൂ
അമേരിക്കൻ ചേരിയിൽ വരുന്ന കുറച്ച് അറബ് രാജ്യങ്ങളുണ്ട്, അവർ ഇസ്രായേലിനെ സൈലന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദ അറബ് കൺട്രീസ് വർ സപ്പോർട്ടഡ് ഇസ്രായേൽ സൈലന്റ്ലി. അതാണ് അവരുടെ ബാക്കപ്പ്. ഇങ്ങനെ അവർ ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് പുറകിൽ അമേരിക്ക ഇസ്രായേൽ എന്നുള്ളതിലുപരിയായിട്ട് മറ്റു ചില താല്പര്യങ്ങളും കൂടി ഉണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. കാരണം ഇനി ഒരു ത്രെട്ട്, ഈ ഹോർമൂസ് കടലിടുക്ക് ഞാൻ അടച്ചു കളയും എന്നുള്ളൊരു ഭീഷണിയൊന്നും ഇനി ഈ സൈഡിൽ കിടക്കുന്ന രാജ്യങ്ങൾക്ക് വരാൻ പാടില്ല. ഓയിൽ കൊണ്ടുപോകുന്ന രാജ്യങ്ങൾക്ക്, ഗ്യാസ് കൊണ്ടുപോകുന്ന രാജ്യങ്ങൾക്ക്, ഈ ട്രാൻസ്പോർട്ടേഷന് ഒരു രീതിയിലുള്ള ഉലച്ചിലും വരാൻ പാടില്ല ഫ്യൂച്ചറിൽ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോളിഡ് സൊല്യൂഷൻ അറബ് രാജ്യങ്ങൾ എടുക്കാൻ പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന്റെ അബ്ബാസ് അരക്ചി ഞങ്ങൾ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇതേപോലെ തന്നെയാണ് അവർ പണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേപോലത്തെ മതഭരണകൂടങ്ങൾ എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ അവർക്കൊക്കെ ആ രാജ്യങ്ങൾക്കൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ ഡബിൾ സ്റ്റാൻഡേർഡ് വെച്ച് അവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വൺ സൈഡ് ഞങ്ങൾ വരുന്നില്ല, വരത്തില്ല, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ മറ്റേ സൈഡിൽ ആദ്യമേ വന്ന് ചർച്ചയ്ക്ക് കസേരയിൽ വന്ന് ഇരിക്കുന്നത് അവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അമേരിക്കയുമായിട്ട് നെഗോസിയേഷൻ ചെയ്യില്ല എന്ന് വളരെ സ്റ്റബനായിട്ട് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഇറാന്റെ ഭരണകൂടം തീർച്ചയായിട്ടും ഒമാനിൽ വന്ന് ഇരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ ഡൊമസ്റ്റിക് സർക്കിളിൽ, അതായത് ഇറാന്റെ ഉള്ളിൽ ആ പൊതുജനങ്ങൾക്ക് അവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇറാന്റെ ഭരണകൂടം അങ്ങനെ പത്തി മടക്കില്ല, അമേരിക്കയുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും നട്ടൽ വളക്കില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ എപ്പോഴും ഈ മാധ്യമങ്ങൾക്ക് അമേരിക്കയ്ക്ക് എതിരായിട്ടും ഇസ്രായേലിനെതിരായിട്ടൊക്കെ ഇങ്ങനെ നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഈ ഒരു സീസ് ഫയർ എന്ന് പറഞ്ഞിട്ട്, സീസ് ഫയർ ഉള്ളിൽ മൊത്തം പൊട്ടിത്തെറിയാണ്. ഇന്നലെ പോലും ഞാനിത് ഒരു പിക്ചറോടെ ഷെയർ ചെയ്യാം. ഇത് തെഹ്റാന്റെ ഉള്ളിൽ ഒരു ബിൽഡിങ്ങിൽ ഡ്രോൺ അറ്റാക്ക് നടന്നതാണ് ഇന്നലെ നടന്നത്. അപ്പൊ ഇതുപോലുള്ള പല വിഷയങ്ങൾ അവിടെ മൊസാദ് നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴും ആയത്തുൽ ഖമേനി പുറത്തു വരാൻ പറ്റുന്നില്ല. പേടി. കാരണം ആരെ പേടി? മൊസാദിനെ പേടി. പിന്നെ എന്ത് സീസ് ഫയർ നടത്തിയിട്ടാണോ ഒരു രാജ്യത്തിന്റെ സുപ്രീം ലീഡർ, പരമോന്നത ലീഡർ പുറത്തു വരാൻ പറ്റാതിരിക്കുന്നത്? ഇപ്പോഴും എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എയർ ഡിഫൻസ് സിസ്റ്റം തെഹ്റാന്റെ ഉള്ളിൽ 2 സ്ഥലങ്ങളിൽ ഇന്നലെ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ ഡ്രോണുകളെ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. ഈ ഡ്രോൺ മൊസാദിന്റെ ഡ്രോൺ ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ രീതിയിലാണ് മിഡിൽ ഈസ്റ്റിലെ ഡെവലപ്മെന്റ്സ് ഇപ്പൊ നിലവിൽ മുന്നോട്ട് പോകുന്നത്. അബ്രഹാം അക്കോർഡുമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണവും അതുകൊണ്ടാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ ഒരു പെർമനന്റ് സൊല്യൂഷൻ വേണമെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.